വെള്ളവുമില്ല, ഹെഡ് മാസ്റ്ററുമില്ല. നാഥനില്ല കളരിയായി വാഗമൺ ഗവൺമെന്റ് ഹൈസ്കൂൾ. പണം മുടക്കി കുടിവെള്ളം വിലയ്ക്ക് വാങ്ങുന്ന ഏക സ്കൂളായ വാഗമൺ ഹൈസ്കൂൾ മാറി. ഓരോ ആഴ്ചയും കുടിവെള്ളത്തിനായി 1500 രൂപ മുടക്കിയാണ് കുടിവെള്ളം വിലയ്ക്ക് വാങ്ങുന്നത്. കുടിവെള്ളമില്ലാതായതോടെ വിദ്യാർത്ഥികളടക്കം ദുരിതത്തിലാണ്. വർഷത്തിൽ 8 മാസത്തോളം മഴ പെയ്യുന്ന വാഗമണിൽ 500-ലധികം തോട്ടം തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന ഗവൺമെന്റ് ഹൈസ്കൂൾ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിലും ഭരണപരമായ അനാസ്ഥയിലും നട്ടം തിരിയുകയാണ്. സ്കൂളിൽ സ്ഥിരമായി ഹെഡ്മാസ്റ്റർ പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. സ്കൂളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ PTA-യും അധ്യാപകരും ചേർന്ന് ആഴ്ചതോറും 1500 രൂപ മുടക്കി വെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയാണ്. സ്കൂളിൽ ഉണ്ടായിരുന്ന കുഴൽക്കിണറിന്റെ മോട്ടോർ കേടായിട്ടും മാസങ്ങളായിട്ടും അത് നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശം 200 അടിയോളം താഴ്ചയുള്ള മോട്ടോർ പുറത്തെടുക്കാൻ പോലും അധികൃതർക്കായിട്ടില്ല. കൂടാതെ സ്കൂളിലുണ്ടായിരുന്ന ബ്ലോക്ക് കുടിവെള്ള സ്രോതസ്സിന്റെ പൈപ്പ് ലൈൻ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതിനെ തുടർന്ന് അതും മാസങ്ങളായി പ്രവർത്തനരഹിതമാണ്. വാഗമൺ ഗവൺമെന്റ് സ്കൂളിൽ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിന്റെ ഇതിലായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച 5 ലക്ഷം രൂപയിൽ നിന്നും കുടിവെള്ള പദ്ധതി വാഗമൺ സ്കൂളിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടി നടത്തിയിരുന്നു. അതിൻ്റെ ഓസ് കൃത്യം ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ തീയിട്ട് നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിൻ്റെ പുറകെ തന്നെ നമ്മൾ നിൽക്കുകയാണ്. വാഗമൺ സ്കൂളിലേക്ക് കുടിവെള്ളം എത്തുന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ നിലവിൽ ഇതുവരെ വാഗമൺ സ്കൂളിലേക്ക് കുടിവെള്ളം എത്തുന്ന ഒരു സാഹചര്യമില്ല. പിന്നെ മറ്റു വണ്ടിക്കും മറ്റ് സംവിധാനങ്ങളിലൊക്കെയാണ് നിലവിൽ സ്കൂളിലേക്ക് കുടിവെള്ളം എത്തിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കുടിവെള്ളം എത്തിക്കാനുള്ള പരിപാടി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തണമെന്നാണ് PTA പ്രസിഡന്റും PTA കമ്മിറ്റിക്കും എല്ലാം പറയാനുള്ളത്. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികളടക്കം വിവിധ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വിഷയത്തിൽ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നത്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട സ്കൂളിലെ ഹെഡ്മാസ്റ്റർ സ്ഥാനം ഒഴിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് 2 മാസത്തിലധികമായി. നിലവിലുണ്ടായിരുന്ന ഹെഡ്മാസ്റ്റർ ട്രാൻസ്ഫർ ആയി പോയതിനെ തുടർന്നാണ് ഈ സാഹചര്യം ഉടലെടുത്തത്. സെൻസസ് നടക്കുന്നത് ചൂണ്ടിക്കാട്ടി HM ലിസ്റ്റിലുള്ളവർ ഡ്യൂട്ടിയിലാണെന്നാണ് അധികൃതരുടെ ന്യായീകരണം. HM സ്ഥാനത്തേക്ക് പ്രമോഷൻ ലഭിക്കാൻ കേട്ടറ്റ് യോഗ്യത നിർബന്ധമാണെങ്കിലും ലിസ്റ്റിലുള്ളവരിൽ പലരും ഈ പരീക്ഷ പാസ്സാകാത്തവരാണെന്നും ആക്ഷേപമുണ്ട്. നിലവിൽ HM-ന്റെ അധിക ചുമതലയുള്ള അധ്യാപകൻ ക്ലാസ് എടുക്കുന്നതിനും സെൻസസ് ഡ്യൂട്ടിക്കും ഒപ്പം ഭരണപരമായ ചുമതലകളും കൂടി നിർവഹിക്കേണ്ട ഗതികേടിലാണ്. സ്കൂളിലെ ഈ ശോച്യാവസ്ഥയ്ക്ക് അടിയന്തരമായി പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ.